ശ്ശോ, ആരെ രാവിലെ തന്നെ. ആ മോനെ, രണ്ടാളെ താഴേക്ക് കാണാത്തതുകൊണ്ട് ഞാൻ വിളിക്കാൻ വന്നതാ. ഹിന്ദി തനു എഴുതിയിട്ടില്ലേ? പിന്നെ ഹായ് എന്നറിയത്തില്ലെന്നേ. ഇനി പട്ടി കടിച്ചോണ്ടിട്ടാന്ന് തോന്നുന്നു. കുറേ കോഴിയുടെ എല്ലും കഷ്ണങ്ങൾ. ഇനി അതൊക്കെ ക്ലീൻ ചെയ്യണം. ആ, അവൾ എഴുന്നേറ്റു കുളിക്കുക. ഞാനെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ട് വരാം. പൊക്കോ ഒന്നെങ്കിൽ. എൻ്റെ തനു, നീ ഇതെന്താ ഈ കാണിച്ച് കൂട്ടിയത്? ഞാൻ നിൻ്റെ അടുത്ത് അങ്ങനെ സമീപിച്ച നീ വേണ്ടേ എന്നെ? നിൻ്റെ വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ. തനു, മാങ്ങ ഉപ്പിലിട്ട് തീർന്നു. മാങ്ങ ഉപ്പിലിട്ടത് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. ഇങ്ങനെ പോയാൽ മോള് പച്ചമാങ്ങ തിന്നാണ്ട് വരും. വീണ്ടും കിടന്നുറങ്ങാതെടി, എഴുന്നേറ്റേ. ആ, നിൻ്റെ ഈ കിടത്തം കാണുമ്പോഴില്ലേ, എനിക്കാണെങ്കിൽ ഒരു റൗണ്ടും കൂടെ പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. എപ്പടി, നമുക്കതെങ്കിലും പോയാലോ? അച്ചോടാ, അന്നേരം എഴുന്നേറ്റോ ആള്? പാ, ഒരുമിച്ച് പോയി കുടിക്കാം. ഈ കണ്ടീഷനിൽ ഒറ്റയ്ക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേണ്ട, ഞാൻ പൊക്കോളാം. എന്ത് പറ്റി എൻ്റെ തൻവി? നിനക്ക് ഒരു പ്രാവശ്യം കഴിഞ്ഞപ്പോഴേ ഇത്ര നാണോ? ബാപ്പുവിൻ്റെ മോളെ, ചേട്ടൻ പൊക്കണം. ഇത്ര നല്ല അവസരം കൈ കിട്ടിയിട്ട് അതൊക്കെ കൊണ്ട് മുടിപ്പിച്ചേക്കുന്നത് ഇനി കിട്ടുമോ? അല്ല, അവനെ അത് കുടിച്ചിട്ട് ഇനി ആരുടെ കൂടെ പോയി കിടന്നെന്ന് വലിയ അറിയാവോ? ഇല്ല, ഇനി കളി വന്നിട്ട് മേല. കാര്യങ്ങളിപ്പോൾ മൊത്തത്തിൽ നമ്മുടെ കൈവിട്ട് പോയല്ലോ. മൊത്തത്തിലങ്ങ് കൈവിട്ട് പോയെന്ന് പറയാൻ വരട്ടെ. ആ വീട്ടിൽ കാർന്നവർക്ക് അവൻ്റെ ആ ബന്ധം അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല തനുവായിട്ട്. അന്നേരം ഇനി അങ്ങേര് വിചാരിച്ച പലതും നടക്കും. നമുക്കാദ്യം അങ്ങേരെ പാട്ടിലാക്കണം. അങ്ങനെ ഒരു അവസരമാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. അങ്കിളുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് ഞാൻ അവസരം ഒരുക്കാം. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഈ ഒരു പ്ലാന് ഫ്ലോപ്പായി. ഇനി ഇതും കൂടെ നടക്കത്തില്ല കേട്ടോ. ശരിക്കും നമ്മളിത് വിചാരിച്ച അത്രയും കുളവായില്ലല്ലേ. എന്തായാലും ഒരു സമാധാനം സന്തോഷം ഇപ്പോൾ ഉണ്ട്. എന്തിനാടോ ഭാര്യ ഇങ്ങനെ പേടിക്കുന്നത്? ഞാനില്ലേ നിൻ്റെ കൂടെ, ഞാനെല്ലാം നോക്കിക്കോളാം. ഇതെന്താ രണ്ടുപേരും നിന്നൊരു സ്വകാര്യം പറച്ചില്ല? പിന്നെ ഞാനാണെങ്കിലൊന്ന് പുറത്തു പോവുക. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായി. അവിടെ വരെ പോയി ഒന്ന് നോക്കണം. പിന്നെ കുറച്ച് എക്യുപ്മെൻറ്റ്സൊക്കെ വരുന്നുണ്ട്. എന്താ ഇവിടെ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ? നീ കുഗ്രാമത്തിലൊരു ഹോസ്പിറ്റലും കൂടെ പണിയാൻ നോക്കിയ സൂര്യ? നിന്റെ കരിയറാണ് ഇവിടെ നിന്ന് നശിക്കുന്നത്. മുത്തശ്ശ, ഞാനൊരു നല്ല കാര്യത്തിനിറങ്ങുമ്പോൾ ഇങ്ങനെ പറയരുത്. പിന്നെ ഡോക്ടർ എന്നുള്ളത് പണക്കാരൻ മാത്രം ചികിത്സിക്കാനുള്ളതല്ല, അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കാനുള്ളത് എൻ്റെ സർവീസ്. ശരിയച്ചാ, ഞാൻ ഇറങ്ങുക. അവൻ പോയില്ലേ, പിന്നെ നീ എന്നെ വായും പൊളിച്ചിരിക്കത്താനോ? പോയി നിന്റെ കാര്യം പോയി നോക്കൂ. അവന് മയക്കി എടുക്കാൻ ഓരോരുത്തന്മാർ വന്നോളും. ഛേ, എന്ത് പറഞ്ഞാലും അവളുടെ മക്കട്ട് കയറണ്ട. അവൾക്ക് അച്ഛനെ ഇല്ലെന്നായിട്ടുള്ളൂ, ആങ്ങളിത് ഉണ്ട്. സോറി ഗൈസ്, ഞാൻ അത്രയും ദൂരത്തു നിന്ന് നിങ്ങളെല്ലാവരും കാണാൻ വന്നത് കൊണ്ടാണ് കുറച്ചധികം ലേറ്റ് ആയത്. ഞാൻ അതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. പിന്നെ നമുക്ക് മീറ്റിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? ഒന്ന് പോടാ, എന്തിനാ ഇത്ര ഫോർമാലിറ്റീസൊക്കെ? പിന്നെ ഞങ്ങളോട് ആരോടും പറയാണ്ട് നീ കിട്ടിയത് ഞങ്ങൾക്ക് ചെറിയൊരു ദുഃഖമുണ്ട്. ശരിയെന്നെങ്കിൽ നമുക്ക് മീറ്റിങ്ങിലേക്ക് കിടക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി. നീ പറഞ്ഞ എക്യുപ്മെൻറ്റ്സൊക്കെ ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ലോക്കൽസിന് ഭയങ്കര ഹോൾട്ടുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട് പല കാര്യങ്ങളിലും. അത് നീ ഒന്ന് ശ്രദ്ധിച്ചാണോ? ആരും നിനക്കിട്ട് പണിയരുത്. നീ നല്ല കാര്യമായി ചെയ്യുന്നെങ്കിലും. പിന്നെ 3 വർഷം നിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഞങ്ങളും കൂടാൻ തീരുമാനിച്ചു. പിന്നെ ഡോക്ടേഴ്സായി ഞങ്ങളുടെ അക്കോമഡേഷൻ കാര്യമൊക്കെ നീ നോക്കേണ്ടവരും. വേറെ ഇഷ്യൂസൊന്നുമില്ല. എൻ്റെ അച്ഛൻ്റെ ഹോൾഡോട് കൂടി ഐറ്റംസൊക്കെ ഇവിടെ എത്തിക്കോളും. പിന്നെയാണെങ്കിൽ ഉള്ളത് കൂടെ നിന്ന് ചതിച്ച് മനുവിനെ എന്നാ ചെയ്യാനാ? അവനെ ഈ നാട്ടിൽ നിർത്തിക്കൂടാ. അതിൻ്റെ കാര്യമൊക്കെ ഞാൻ ഏറ്റു. ഇതെനിക്കൊരു സർപ്രൈസ് ആയിപ്പോയി. പിന്നെ മനുവിൻ്റെ കാര്യം, കൂട്ടുകാരനായി പോയില്ലേ, അവൻ്റെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം തീരുമാനമൊന്നും എടുത്തിട്ടില്ല. വരട്ടെ, നോക്കാം. എത്ര നല്ല കൂട്ടുകാരനാണെങ്കിലും കൂടെ നിന്ന് കാലുവാരി അവനങ്ങ് മാറ്റി നിർത്തുക തന്നെ വേണം.
അവൻ വേണ്ടത് ഞങ്ങൾ കൊടുത്തോളാം, നീ ഈ കാര്യത്തിൽ അതപ്പെടണ്ട. പിന്നെ നിൻ്റെ അവിടുത്തെ ഉത്സവം ഒക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ എങ്ങനെയാ, ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ പോരെ? എന്താ മോളെ തനു ഇന്ന് താഴെ കണ്ടില്ലല്ലോ? എന്താടി നീ കാര്യമായ വായനയും വീട്ടിലുള്ള കിടത്തോ? നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, ഞാൻ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചായിരുന്നു. ഓ, സമാധാനത്തോടെ ഇരിക്കാനും സമ്മതിക്കത്തില്ലാത്ത നാത്തൂന്. എന്ത് ക്ഷീണം? ഒരു ക്ഷീണമില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ചുമ്മാ കിടന്നേ ഉള്ളൂ. എടിയേ, ഞാനാണെങ്കിൽ ഒരു കാര്യം നിന്നോട് ചോദിക്കണമെന്ന് കരുതിയതാ. ഇന്നലെയാണെങ്കിൽ നീ ഇവിടെ തനിച്ചേ ഉള്ളായിരുന്നു, എല്ലാവരും നോയമ്പാന്ന് പറഞ്ഞതും കൂടെയാ. അതുകൊണ്ട് ഇന്നലെ ഇവിടെ മൊത്തം കുറേ ചിക്കൻ പീസ് കിട്ടി. ഇനി നീ എങ്ങനെ നോയമ്പ് തെറ്റിച്ചോ? ചിക്കൻ പീസോ? എൻ്റെ പൊന്നമ്മേ, എനിക്കറിയത്തില്ല. അയ്യോ ഈശ്വര, അതൊക്കെ ആരാ ഇവിടെ കൊണ്ടുവന്നിടുന്നത്? ഞാനൊന്നും നോയമ്പ് തെറ്റിച്ചില്ല. വിശ്വസിച്ച് പിന്നെ നീ ആയതുകൊണ്ടാണ് എനിക്കൊരു ഡൗട്ട് അടിച്ചത്. ശരിയാണെങ്കിൽ മോട്ടിയെ, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? നിന്നെ കാണാൻ നിൻ്റെ അച്ഛനും മമ്മിയും വന്നിട്ടുണ്ട്. വാ താഴേക്ക്. തനു ബാടി. നാളെ ഉത്സവപ്പറമ്പിൽ ഇത്രയും കാര്യങ്ങളല്ലേ ചെയ്യാനുള്ളൂ അനന്ത. അത് ഞാൻ എൻ്റെ കൈക്കാരെ നിർത്തി ചെയ്യിപ്പിച്ചോളാം. കുറേ ദിവസമായില്ലേ സൂര്യ അതിൻ്റെ പുറകെ കിടന്ന് ഓടുന്നു. നാളെ ഒരു ദിവസം അവൻ വിശ്രമിക്കട്ടെ. പിന്നെ 3-ാം നാൾ ആകുമ്പോൾ വലിയ ഉത്സവമല്ലേ, അന്ന് എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കാം. ഒരു കുഴപ്പങ്ങളോ അടിയിടിയോ ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതി, ആ ഒരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ. ആടാ, നിൻ്റെ ഒരു മേൽനോട്ടം പിന്നെ എല്ലാ കാര്യത്തിലും വേണം കേട്ടോ. ഇതാര്? എടാ, ഞാനാണെങ്കിൽ തന്നെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു. താൻ എന്തൊരു അച്ഛനാടോ, ഇത്രയും ചെറുപ്രായത്തിൽ തൻ്റെ മോള് അമ്മൂനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു സർക്കാർ ജോലി ആയ ടീച്ചറിനെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തേക്കുന്നത്. മുത്തശ്ശ, ഇവിടുത്തെ സർക്കാർ ജോലി പിന്നെ ടീച്ചറായിട്ടുള്ള ജോലി അതത്ര മോശമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. ഞാനാണെങ്കിൽ അദ്ദേഹത്തെ പ്രണയിച്ചു, ഞങ്ങൾ വിവാഹിതരായി. ഇനി എന്തായാലും ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ മുത്തശ്ശൻ്റെ ഇടപെടൽ വേണ്ട. അമ്മു, നീ മുതിർന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നിന്നെ ഞാൻ ഇങ്ങനെയാണോ നീ പഠിപ്പിച്ചത്? കുട്ടി പറയട്ടേടോ, ഈ തൻവീട് കൂടിയല്ലേ കൂട്ട്. അന്നേരം ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. മൂത്തവരെയൊന്ന് ബഹുമാനമേ കാണത്തില്ല. അതെങ്ങനെയാ? നല്ല തന്തയ്ക്ക് പറക്കണം. സൂക്ഷിച്ച് സംസാരിക്കണം. എൻ്റെ ഭർത്താവിനെ പറ്റി വല്ലതും പറഞ്ഞാൽ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. എൻ്റെ മകനെ വിട്ടില്ലാത്ത നിങ്ങളുടെ നല്ലതിന്. പാമ്മേ, ഇവരോടൊന്നും പറഞ്ഞിട്ട് തന്നെ ഒരു കാര്യവുമില്ല. തനു, നീ കിടക്കുവാണോ? എന്ത് പറ്റി? എന്തെങ്കിലും പെയിൻ ഉണ്ടോ? ഞാൻ വല്ല പെയിൻ കില്ലറും തരണോ? ഓക്കെ ആണോ നീ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി. അപ്പോൾ എൻ്റെ ഭാര്യ മൂഡ് ഓഫാണ്. പറ, എന്താ കാര്യം? എനിക്ക് മൂഡ് ഓഫ് ഒന്നുമില്ല. പിന്നെ സൂര്യേട്ടനാണെങ്കിൽ ഈ റൂമിലെ എന്താ നീ പറഞ്ഞു വരുന്നത്? നീ വേണ്ടണ്ട, എനിക്കറിയാം. അത് നിൻ്റെ മനസ്സിലങ്ങ് വെച്ചാൽ മതി. നീ എൻ്റെ ഭാര്യ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഭാര്യ ഞാൻ മടുത്തിതൊക്കെ കേട്ടിട്ട്. എനിക്കിത് വേണ്ടായിരുന്നു, ഈ കല്യാണം. തനു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നു പറയണം. അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ ദേഷ്യം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. അപ്പം ആരും എന്താ ഞങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കാത്തത്? ഇന്ന് മുത്തശ്ശൻ എന്തൊക്കെയെന്നറിയോ എൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞത്? എനിക്കിത് ഓർക്കുമ്പോൾ തന്നെ വിഷമം. ഇനി അങ്ങനെ ഉണ്ടാവരുത്. മുത്തശ്ശൻ നിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചെങ്കിൽ നീ ഈ ഒരു തവണയും കൂടെ ക്ഷമിക്കുക. ഇനി അങ്ങനെ ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്താടാ നീ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ ഇരിക്കുന്നത്? ഈ കുളത്തിൻ്റെ ഭംഗി നോക്കുവാണോ? കുറേ താമരപ്പൂക്കളുണ്ടല്ലേ ഇവിടെ. ഒന്നുമില്ല, ഞാൻ ഈ വീടും ചുറ്റുപാടൊക്കെ നോക്കുമായിരുന്നു. എന്തൊരു ഭംഗിയല്ലേ. സൂര്യസ് റിയലി ലക്കി. നീ മിസ്സസ് സൂര്യനെ കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല. പിന്നെ ഞാൻ ആ മനുവിൻ്റെ കാര്യം ഓർക്കാറുണ്ട്.
അവൻ കുറച്ച് ഡേഞ്ചറാണെന്ന് എനിക്ക് പണ്ടേ ഡൗട്ടുണ്ടായിരുന്നു. അതിപ്പം ഒരു ക്ലാരിഫിക്കേഷൻ തന്നെ കിട്ടി. അവനെ എന്നാ ചെയ്യാനാ പരിപാടി? ഗുഡ് മോർണിംഗ് ഗൈസ്. രണ്ടാളും ഇവിടെ നിൽക്കുകയാണോ? ബാ, ദേ സൂര്യയുടെ അമ്മയാണെങ്കിൽ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ഇവളെന്താ എഴുന്നേറ്റിട്ട് ജനലിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത്? എന്താണ് എൻ്റെ തനിക്കുട്ടി ആലോചിക്കുന്നത്? ഇങ്ങനെ നിന്നാൽ മതിയോ? ഇപ്പം നിന്നെ തിപ്പി ലക്ഷ്മിയമ്മ വരും. അതിന് മുമ്പ് നമുക്ക് പോയി കുളിച്ചാലോ? ഒന്നുമില്ല, ഞാൻ ഓരോന്ന് ആലോചിക്കുമായിരുന്നു. മറ്റേ മനു ഡോക്ടറിനെ പോലെയുള്ളവരാണ് ഇപ്പം വന്നേക്കുന്നത്. അതാണോ എൻ്റെ തനിക്കുട്ടിക്ക് പേടി? അതൊന്നും അല്ലടി, അവരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. മനുവിനെ പോലുള്ളവന്മാരല്ല. അങ്കിപ്പാ പോയേക്കാൻ താഴേക്ക്, എനിക്ക് വിശക്കുന്നു. ഇത്രയും കാശൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഉത്സവത്തിൻ്റെ അവസാന ദിവസം അവിടെ ഒരു ചോരപ്പുഴ ഒഴുകിയാൽ മതിയായിരുന്നല്ലേ. നമ്മൾ അവനെ ഫോക്കസ് ചെയ്യുമ്പോഴല്ലേ പ്രശ്നം പറ്റുന്നത്. നാട്ടുകാരെ അങ്ങ് ഫോക്കസ് ചെയ്യാം. അവർക്ക് എന്തെങ്കിലും പറ്റില്ലേ എല്ലാം അവൻ്റെ കുടുംബത്തിൻ്റെ തലയിലിരിക്കും. എന്ത് സംഭവിച്ചാലും എനിക്ക് തനുവിനെ ഒരു രാത്രിക്കെങ്കിലും വേണം. അതെനിക്ക് അവനോടുള്ള വാശിയാണ്. അതിന് ഞാൻ തന്നെ സഹായിക്കാടോ. എൻ്റെ പേരക്കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് അവളെ ഒന്ന് ഒഴിവാക്കി തന്നാൽ മതി. നിങ്ങളുടെ കൂടെ എന്തിനും ഞാനിനി ഉണ്ടാകും. അപ്പം എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നുണ്ട്. ഇപ്പം എന്നെ കിളവനറിയുന്നില്ലല്ലോ, കുടുംബത്തെ മൊത്തം കത്തിക്കാനാണ്. ആണോ സൂര്യ? ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ടിരിക്കുമോ? എൻ്റെ ഭർത്താവ് എന്നുള്ള ചിന്ത പോലും ഇല്ലാണ്ട് വൃത്തിയായിട്ടവൻ. എൻ്റെ പൊന്നു തനു മതിയടി നമുക്ക് പേടിപ്പിച്ചത്. എൻ്റെ പെങ്ങൾക്കൊട്ടും പൊസസീവ്നെസ് ഇല്ലല്ലോ. ആ നിൽക്കുന്ന പ്രിയ, ആ നിൽക്കുന്ന അരുണിൻ്റെ ഫിയാൻസിയാ. പ്രിയേ, ഞാനിപ്പം വരുന്നേ. നിങ്ങളെന്തെങ്കിലും സംസാരിക്കുക കേട്ടോ. നിങ്ങൾ നമ്മുടെ തന്മയ്ക്കുട്ടീനെ കണ്ടോ? ഷീ ഈസ് സോ ക്യൂട്ട് അല്ലേടാ. ആ, മിണ്ടാതിരുന്നു. ഇനി അത് എങ്ങാനും സൂര്യ കേട്ട പിന്നെ അത് മതി. നിന്നെ ഈ കുളത്തിൽ മുക്കി മീനുകൾക്ക് തീറ്റയൊക്കെ വേണ്ടിയിട്ട് കൊടുക്കും. സത്യം പറഞ്ഞ് ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായത് സൂര്യ ഈസ് മാഡ്ലി ഇൻ ലവ് വിത്ത് ഹർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതങ്ങ് തിരിച്ചെടുത്ത് കേട്ടോടായിരുന്നേ. കാർത്തി, നിൻ്റെ കുളി കഴിഞ്ഞ് നീ കയറി വാ, നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. പ്രിയ എവിടെ വെയിറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ എല്ലാ കാര്യത്തിലും നിൻ്റെ ഒരു ശ്രദ്ധ വേണം. ഞാനെല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ഇല്ലേ, വെടിക്കെട്ട് തുടങ്ങാൻ സമയമായില്ലേ, അത് നീ അവരോടൊന്ന് ചെന്ന് അറിയിച്ചേക്ക്. ഇനി ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് തുടങ്ങാം. ഞാനെന്നെങ്കിൽ അതാ വഴി ചെന്ന് അറിയിച്ചേക്കാം. എല്ലാം നല്ലതായിട്ട് നടക്കൂടാ. സൂര്യൻ ഇവിടെ നിൽക്കുമായിരുന്നു. എനിക്ക് വെള്ളത്തൊരു തലവേദന, ചെറിയ ക്ഷീണമുണ്ട്. ഞാൻ ഈ വീട്ടിൽ പോയിക്കോട്ടെ. എന്ത് പറ്റി പെട്ടെന്ന്? നീ ഒരു 2 minutes വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ വെടിക്കെട്ടിൻ്റെ അല്ലേ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. നല്ല ക്ഷീണമുണ്ട്. നീ പറഞ്ഞു പോലെ നിൻ്റെ മുഖം നോക്കിയാലും അറിയാം. ഓഹോ, നീ ഇവിടെ നിൽക്കുമായിരുന്നു അവിടെ. ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ. കേട്ട് കഴിഞ്ഞിട്ട് നീ നന്നായിട്ട് കൊഴുത്തിട്ടുണ്ടല്ലോ ഡി താന്. എൻ്റെ കൈയുടെ ചൂട് നീ ഒന്നും അറിഞ്ഞതാ, വീണ്ടും അറിയാൻ വേണ്ടി വന്ന് നിൽക്കുവാണോ? എടാ, ഇവനെ വിളിച്ചോണ്ട് പോന്നി. പോകാൻ തന്നെ വന്നതാ, അല്ലാണ്ട് ഇവിടെ കിടക്കാനല്ല. പിന്നെ എൻ്റെ ചേട്ടൻ നിങ്ങൾക്കൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. ഇനിയൊരു 5 minutesനുള്ളിൽ അത് നിങ്ങൾക്ക് കാണാം. My dance make it hurt.
സൂര്യേട്ടൻ വന്നില്ലേ അമ്മ? 3 വർഷമായിട്ട് നീ അവനെ അകറ്റി നിർത്തിയേക്കുമല്ലായിരുന്നു. അതുകൊണ്ട് അവൻ വന്നില്ല, വീട്ടിലുണ്ട്. ഇനി നിൻ്റെ ഈ കണ്ണ് നിറയാൻ ഇടവരരുത് എൻ്റെ തനു. മതി, 3 വർഷം നീ നിന്നെ തന്നെ ശിക്ഷിച്ചില്ലേ? മതി, ഇനി നീ സമാധാനത്തോടെ ജീവിക്കും. മോളെ, ഇനി പഴയതൊന്നും ഓർക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. നിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു കയ്യബദ്ധം, അത് മറന്നേക്കുക. തനു, നീ വന്നോ? എത്ര പ്രാവശ്യം ഞാൻ നിന്നെ കാണാൻ വന്നടി അവിടെ. നീ എന്നെ ചിരി വെച്ച് ഞങ്ങൾ കാണാൻ പോലും കൂട്ടാക്കാൻ. ഞാൻ നിങ്ങളെയൊക്കെ കണ്ട എനിക്ക് നിങ്ങളിവിടെ വരണമെന്ന് തോന്നും. അതുകൊണ്ട് വന്ന് കയറിയത് നിങ്ങൾ അവളെ കരയിപ്പിച്ചോ? എടി ലക്ഷ്മി, ദേ എൻ്റെ റൂമിൽ കൊച്ചു കിടപ്പുണ്ട്. നീ സൂര്യയുടെ റൂമിൽ കൊണ്ട് കിടത്ത്. തനു, മനുവിൻ്റെ വീട്ടുകാർക്ക് ഞാൻ പൈസ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. 3 വർഷം എടുത്തു അവറ്റകളെ കേസൊന്നും വായിക്കാൻ. സാരിയില്ല, തന്നു സമാധാനത്തോടെ ഇരുന്നാൽ മതി. ഓക്കെ, ഈ മെഡിസിൻ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. നീ ഇതെവിടെ എന്നെ എടുത്തുകൊണ്ടിരിക്കുക? തനു വീട്ടിൽ വന്നാൽ ഇപ്പം അപ്പു എന്നെ വിളിച്ച് പറഞ്ഞു. നീ വീട്ടിലിരുന്നിട്ട് ഇപ്പോഴാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അതോ നിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മനുവിനെ കുത്തിക്കൊന്ന അവളോടുള്ള സ്നേഹം നിനക്ക് കുറഞ്ഞോ? ഈ 3 വർഷത്തിനിടയ്ക്ക് എത്ര വട്ടം ഞാൻ അവളെ കാണാൻ അവിടെ ചെന്നടാ. എനിക്ക് സ്നേഹമൊന്നും കുറഞ്ഞിട്ടില്ല. ഈ 3 വർഷം കൊണ്ട് തന്നെ അവളെ ഒത്തിരി അനുഭവിച്ചടാ. ജയിലിലായി 2 മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു. പ്രസവവും ജയിലിൽ. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതല്ലേ ഭർത്താവിൻ്റെ സാമീപ്യം. അതുപോലും അവൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ അവസരത്തിൽ നീ ഒന്നും അവളോട് പറയാൻ പാടില്ല. വേഗം വീട്ടിലേക്ക് വിട്ടോ, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഞാൻ അറിഞ്ഞോ, അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. എൻ്റെ കുഞ്ഞ് നല്ല ഉറക്കമാണല്ലോ. എൻ്റെ അച്ഛനെ പോലെ തന്നെ കുറുമ്പിയ. കിടന്നോട്ടോ. ഓ സൂര്യേട്ടാ. അപ്പം എൻ്റെ പേര് നിനക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഓർത്ത് അത് നീ മറന്നോന്ന്. നല്ല ഉപ്പിലിട്ട കണ്ണിമാങ്ങയുടെ ടേസ്റ്റ്. മോഹം വീർപ്പിച്ചിരിക്കാതടി. എന്നോടിപ്പോഴും പഴയ പോലെ സ്നേഹമുണ്ടോ? അത് നമുക്ക് നമ്മുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ച് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എൻ്റെ ജയിൽ മോചനം നമുക്ക് ആഘോഷിക്കാം. ഇവിടെ ഇപ്പം മുത്തശ്ശനുമില്ല, ആരുമില്ല. അദ്ദേഹത്തിൻ്റെ മരണം പോലെ നിന്നെ അറിയിക്കാതിരിക്കുന്നത് നീ ഒരു കാരണവശാലും ഇനി വിഷമിക്കരുതെന്ന് ഓർത്തുണ്ട്. നിന്നോട് ഓരോ ദിവസം കൂടുമ്പോഴും എനിക്ക് പ്രണയം കൂടുന്നല്ലാതെ കുറയുന്നില്ല തന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തുടങ്ങിയേക്കാലേ?